സമസ്ത സ്ഥാപക ദിനത്തിൽ സുന്നി ഐക്യത്തിന്റെ കാഹളം എന്നൊരു വാർത്ത വരുന്നു. പിളർപ്പിൽ പശ്ചാത്താപം രേഖപ്പെടുത്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. പിളർപ്പിന് പിന്നിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയെന്ന് കാന്തപുരം പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ മഹാനവർകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുത്തിൽ വരുന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകരായി ഞാൻ തുടരുകയാണ്. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ ഇ.കെ. സമസ്ത നേതാക്കൾ സ്വാഗതം ചെയ്തു. സുന്നി ഐക്യം അനിവാര്യമെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും ഫേസ്ബുക്കിൽ കുറിച്ചു. വി എസ് സജിത്തോടെ കൂടുതൽ വിവരങ്ങളുമായി. വി എസ് സജിത്ത്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ് ഈ ഐക്യകാഹളം. ഇക്കുറിയെങ്കിലും അത് സാധ്യമാകാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് 100ാമത്തെ ജന്മദിനമാണ്. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ വൈകിട്ട് നടന്ന യോഗത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു വളരെ ഗദ്ഗതത്തോടുകൂടി വിഷമത്തോടുകൂടി പറഞ്ഞത് 1989 പിളർപ്പ് അത് മതനവീകരണ പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് വഹാബി പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുമായും എ.പി. അബൂബക്കർ മുസ്ലിയാരുമായും പിളർപ്പിലേക്ക് നയിച്ചത്. അതൊരു വിഷമത്തോടു കൂടി ഓർക്കുകയും ആ പിളർപ്പ് ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്ന പശ്ചാത്താപം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മുജാഹിദ് പ്രസ്ഥാനങ്ങളോടുള്ള നിലപാടിന്റെ പേരിൽ തന്നെയാണ് 89 സമസ്ത പിളരുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഓർത്തെടുക്കുന്നു. അപ്പോൾ ആ പിളർപ്പ് അനാവശ്യമായിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇ.കെ. വിഭാഗത്തിലെ നേതാക്കന്മാർ രംഗത്തെത്തുന്നു. ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും പോലുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എ.പി. വിഭാഗവും ഇ.കെ. വിഭാഗവും ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളുടെയും നേതാക്കന്മാർ ഈ സ്ഥാപക ദിനത്തിൽ ഓർത്തെടുക്കുന്നു. ഇനി എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. താങ്ക് യു. വി എസ് സുജിത്താണ് വിവരങ്ങൾ നൽകിയത്.